ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയർ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഓഫ് സ്റ്റേറ്റ്സ്, ആദ്യത്തെ L1, PM കിസാൻ, പ്ലേസസ് ന്യൂസ് ആയിട്ട് മലാവി. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറിനെ കുറിച്ചാണ്. ഈ വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ നേവി ഇപ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് എയർക്രാഫ്റ്റ് കാരിയറുകളിൽ ഒന്നാണ് INS വിക്രാന്ത് എന്ന് പറയുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിജിയസ്ലി ബിൽഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയറാണ് INS വിക്രാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ INS വിക്രാന്തിൻ്റെ സെയിം ഡിസൈനിലുള്ള അല്ലെങ്കിൽ അതേ ക്ലാസ്സിലുള്ള മറ്റുള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സും മേ ബി ഭാവിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഓൾറെഡി 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി അഡീഷണൽ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സ് പ്രൊക്യൂർ ചെയ്യണോ, അതോ ആ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സബ്മറീൻസ് പോലുള്ള മറ്റുള്ള ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കുറച്ച് കാലത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ്ലി ചില ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 2022 കമ്മീഷൻ ചെയ്തിട്ടുള്ള INS വിക്രാന്തിൻ്റെ സെയിം കാറ്റഗറി പെടുന്ന അല്ലെങ്കിൽ ഈ വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയർ കാറ്റഗറി പെടുന്ന ഒരു പുതിയൊരു എയർക്രാഫ്റ്റ് കാരിയറും കൂടി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 9 നമ്മുടെ ഇന്ത്യക്ക് എന്തുകൊണ്ട് മൂന്നാമതായിട്ട് എയർക്രാഫ്റ്റ് കാരിയർ ആവശ്യമാണ്, അതിൻ്റെ ഡിമാൻഡിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, ഇതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു ക്ലാസ് ഓഫ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. പക്ഷേ നിലവിൽ ഈ ക്ലാസ്സിൽ പെടുന്ന ഒരു ഒറ്റ എയർക്രാഫ്റ്റ് കാരിയർ മാത്രമേ ഇന്ത്യയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ നിലവിൽ സർവീസിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്റ്റോബാർ കാറ്റഗറിയിൽ പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ ആണെന്ന് മനസ്സിലാക്കുക. സ്റ്റോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് ഈ നമ്മൾ സാധാരണഗതിയിൽ എയർക്രാഫ്റ്റ് കാരിയറുകളെ അതിൽ നിന്ന് ഈ വിമാനങ്ങളെ, അതായത് എയർക്രാഫ്റ്റ് കാറ്റഗറിയുടെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റ് എന്ന് പറയുന്നത് അവരുടെ എയർ ആമാണ്. അതായത് ഈ പറയുന്ന എയർക്രാഫ്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ എയർക്രാഫ്റ്റുകൾ എങ്ങനെയാണ് ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എയർക്രാഫ്റ്റ് കാരിയറിൽ തിരിച്ച് ലാൻഡ് ചെയ്യുന്നത് എന്നീ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ട് എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ ബേസിക്കലി 3 ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്നാമത്തത് ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് വേർട്ടിക്കൽ ലാൻഡിങ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തത് ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി എന്ന് പറയുന്നതാണ്. മൂന്നാമത്തത് കാറ്റാപോൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി അല്ലെങ്കിൽ കാറ്റോബാർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില എയർക്രാഫ്റ്റുകൾക്ക് റൺവേസിലൂടെ ഓടാതെ നേരിട്ട് ഇപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററുകളൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ ടേക്ക് ഓഫ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ ഇതിന് മുമ്പത്തെ എയർക്രാഫ്റ്റ് കാരിയർ ആയിരുന്ന INS വിരാട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സീ ഹാരിയർ എന്ന് പറയുന്നൊരു എയർക്രാഫ്റ്റ് ഉണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള കേപ്പബിലിറ്റി ഉള്ള ഷോർട്ട് ടേക്ക് ഓഫ് കേപ്പബിലിറ്റി ഉള്ള, അതുപോലെ തന്നെ വേർട്ടിക്കലി ലാൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ വിമാനങ്ങളാണ്. അപ്പോൾ ഇവർക്ക് നേരെ പൊങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഒരു റൺവേയുടെ അസിസ്റ്റൻസ് ഇല്ലാതെ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഒരു ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യുന്ന പോലെ ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ യൂസ് ചെയ്യുന്ന വളരെ ചെറിയ റൺവേ ഉള്ള ചെറിയ എയർക്രാഫ്റ്റ് കാരിയറുകളാണ് ഈ ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് വേർട്ടിക്കൽ ലാൻഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാറ്റോബാർ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് കാരിയറുകളുടെ കൂട്ടത്തിൽ വലിപ്പം കൂടിയ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. കാറ്റോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റപോൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി എന്നാണ്. അതായത് ഇവിടെ ഈ റൺവേയുടെ വലിപ്പം കൂടുതലായിരിക്കും. പക്ഷേ വലിപ്പം കൂടുതലാണെങ്കിലും സാധാരണഗതിയിൽ നമ്മുടെ കരയിലുള്ള ഒരു റൺവേയുടെ അത്രയും വലിപ്പം ഒരിക്കലും ഒരു എയർക്രാഫ്റ്റ് കാരിയറിലെ റൺവേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ എയർക്രാഫ്റ്റിന്, ഈ പറയുന്ന വിമാനത്തിന് ഓടിച്ചിട്ട് ഫ്ലൈ ചെയ്യാനുള്ള വലിപ്പം റൺവേക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ടേക്ക് ഓഫിനെ അതിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാറ്റപോൾട്ട് യൂസ് ചെയ്യും. അപ്പോൾ ആ കാറ്റപോൾട്ട് യൂസ് ചെയ്തുകൊണ്ട് എയർക്രാഫ്റ്റുകൾ ലോഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ലാൻഡ് ചെയ്തത് പൂർണ്ണമായിട്ടും ഇത് റൺ ചെയ്ത് അതിൻ്റെ സ്പീഡ് കുറച്ച് ബ്രേക്ക് ഇട്ട് അങ്ങനെ നിൽക്കാനുള്ള സ്പേസും ഈ റൺവേസിൽ എയർക്രാഫ്റ്റ് കാരിയറുകൾ റൺവേസിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റിംഗ് വയർ എന്ന് പറയുന്നൊരു സാധനം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ എയർക്രാഫ്റ്റുകളുടെ ബാക്കിലൊരു അറസ്റ്റിംഗ് ഹുക്ക് ഉണ്ടാവും. ആ ഹുക്ക് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ടെയിൽ ഹുക്ക് ഉണ്ടാവും, ആ ടെയിൽ ഹുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ അറസ്റ്റിംഗ് വയേഴ്സിൽ ഇത് ഹുക്ക് ചെയ്തിട്ടാണ് ഇത് നിർത്തുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് കാറ്റോബാർ അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റപോൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോബാറിൻ്റെയും കാറ്റോബാറിൻ്റെയും ഒരു മിക്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോബാർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇത് എയർക്രാഫ്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, ഇവിടെ ഷോർട്ട് ടേക്ക് ഓഫ് ആണ്, എയർക്രാഫ്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഈ കാറ്റപോൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ കാറ്റപോൾട്ട് ഇല്ലാതെ എയർക്രാഫ്റ്റുകൾക്ക് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഇവർ സാധാരണഗതിയിൽ ഈ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ ഫ്രണ്ട് ഒരു റാമ്പ് പോലെയാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു സ്കീ ജമ്പ് പോലെയാക്കി മാറ്റും. ഇതിനെയാണ് സ്കീ ജമ്പ് റാമ്പ് എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെ സ്കീ ജമ്പ് റാമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ത്യ യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് കാരിയറുകളുടെയൊക്കെ
ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഫ്രണ്ട് എൻഡിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു സ്കീ പോലെ അല്ലെങ്കിൽ ഒരു റാമ്പ് പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവർ ടേക്ക് ഓഫ് ചെയ്യുക. പക്ഷേ ഒരു കാറ്റോബാർ എയർക്രാഫ്റ്റ് കാരിയറിലുള്ളത് പോലെ തന്നെ ഫുൾ ലോഡിൽ ഒരിക്കലും ഇങ്ങനെയുള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സിൽ വിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് ഇതിൻ്റെ ലാൻഡിങ് കാറ്റോബാറിലെ പോലെ തന്നെ ആയിരിക്കും. അറസ്റ്റിംഗ് വയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അറസ്റ്റഡ് റിക്കവറി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മിഡ് സൈസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ് ശരിക്കും സ്റ്റോബാർ എയർക്രാഫ്റ്റ് കാരിയറുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ നേവി യൂസ് ചെയ്യുന്ന INS വിക്രാന്ത് ആണെങ്കിലും INS വിക്രമാദിത്യ ആണെങ്കിലും ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന INS വിരാട് ആണെങ്കിലും എല്ലാം തന്നെ ഈ സ്റ്റോബാർ കാറ്റഗറിയിൽ പെടുന്ന എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. ഇനി ഈ INS വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ്സ് ലിമിറ്റഡ് ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സിനകത്ത് വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറുകൾക്കകത്ത് ഒരൊറ്റ എയർക്രാഫ്റ്റ് മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേര് ഇതിൻ്റെ നമുക്കൊരു ലീഡ് ഷിപ്പ് എന്നൊക്കെ വിളിക്കാം, INS വിക്രാന്ത് ആണ്. അതിനെ അല്ലെങ്കിൽ ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ 1 എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇത് 2022 ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ INS വിക്രാന്ത് എന്നുള്ള പേരാണെങ്കിലും അല്ലെങ്കിൽ വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്ന പേരാണെങ്കിലും ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ നേവിയുടെ ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള INS വിക്രാന്ത് എന്നുള്ള പേരിൽ നിന്നാണ് ഈ പേര് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയർ ആയിരുന്ന INS വിക്രാന്ത് എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ബ്രിട്ടീഷ് നേവിക്ക് വേണ്ടിയിട്ട് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു മജസ്റ്റിക് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് നേവിയിൽ. ആ കാറ്റഗറി പെടുന്ന HMS ഹെർക്കുലീസ് എന്നുള്ള പേരിൽ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടായിരുന്നു. പക്ഷേ 45-ൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടി ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയറിന് പിന്നെ ആവശ്യമില്ലാതായി. അപ്പോൾ അങ്ങനെയായ സമയത്ത് ഒരു 1970s അത് ഇന്ത്യക്ക് ഇവർ വിറ്റതാണ്. അപ്പോൾ ബ്രിട്ടനിലുണ്ടായിരുന്ന HMS ഹെർക്കുലീസിനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഇന്ത്യയുടെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയറായിട്ട് INS വിക്രാന്ത് ആക്കി മാറ്റുന്നത്. ആ പേരിലാണ് ഈ പറയുന്ന പുതിയ ക്ലാസ് ഓഫ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് അറിയപ്പെടുന്നത് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന ഈ വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഒരു 45,000 ടൺസ് വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ അത്ര ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ഒരു ക്ലാസ് ഓഫ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ചൈനയുടെ ഒക്കെ എയർക്രാഫ്റ്റ് കാരിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഈ കൂട്ടത്തിൽ കുറച്ചും കൂടി കുഞ്ഞന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് US യൂസ് ചെയ്യുന്ന നിമിറ്റ്സ് ക്ലാസ് അല്ലെങ്കിൽ ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസ് എന്നൊക്കെ പറയുന്ന സൂപ്പർ കാരിയേഴ്സ് ഉണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 1,00,000 ടണ്ണാണ്. അപ്പോൾ അതിൻ്റെ പകുതി താഴെ സൈസ് മാത്രമേ നമ്മുടെ INS വിക്രാന്തിനുള്ളൂ. ഇനി അതേസമയം ചൈനീസ് നേവിയിലുള്ള ലിയോണിങ്, ഷഡോങ്, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഫ്യൂജിയാൻ എന്നൊക്കെ പറയുന്ന എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫ്യൂജിയാനൊക്കെ ഏകദേശം 80,000 ടൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളതാണ്. ഈ ഷഡോങ്ങും അതുപോലെ തന്നെ ലിയോണിങ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒക്കെ ഏകദേശം 65,000 ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ INS വിക്രാന്ത് ഒരു ചെറിയ എയർക്രാഫ്റ്റ് കാരിയർ ആണെന്ന് മനസ്സിലാക്കുക. ഈ വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഈ സെയിം ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളതായിരിക്കും. ഇനി നമ്മൾ പുതിയതൊരെണ്ണം നിർമ്മിച്ചാലും ഈ സെയിം ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉള്ളതായിരിക്കും. ഓക്കെ, ഇനി ഇന്ത്യൻ നേവിയിൽ ഈ പറയുന്ന വിക്രാന്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറിൽ പെടുന്ന INS വിക്രാന്ത് കൂടാതെ മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയറും കൂടി ഉണ്ട്. അതിൻ്റെ പേര് INS വിക്രമാദിത്യ എന്നാണ്. ഇത് നമ്മൾ റഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതായത് റഷ്യയിൽ നിന്ന് റീഫർബിഷ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ് INS വിക്രമാദിത്യ. അതായത് പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ അവരുടെ നേവിക്ക് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കിയേവ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്ന് പറയുന്ന കുറച്ച് എയർക്രാഫ്റ്റ് കാരിയറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അഡ്മിറൽ ഗോഷ്കോവ് എന്ന് പറയുന്ന റഷ്യൻ നേവി ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടായിരുന്നു. അത് റീബിൽഡ് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് ഇന്ത്യൻ നേവിയിലേക്ക് ഇൻഡക്ട് ചെയ്തതാണ് INS വിക്രമാദിത്യ. അപ്പോൾ നിലവിൽ ഇന്ത്യൻ നേവിക്കകത്ത് ഈ INS വിക്രമാദിത്യ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയറും ഈ വിക്രാന്ത് ക്ലാസ്സിൽ പെടുന്ന ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള INS വിക്രാന്ത് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കാരിയർ ആണുള്ളത്. ഇത് രണ്ടും സ്റ്റോബാർ കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് ഈ വിക്രാന്ത് ക്ലാസ്സിൽ പെടുന്ന അടുത്തൊരു എയർക്രാഫ്റ്റ് കാരിയർ ബിൽഡ് ചെയ്താലും അത് സെയിം ഡിസൈൻ പാരാമീറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുക, ഇടക്കാലത്ത് ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എയർക്രാഫ്റ്റ് കാരിയറുകളിലെ ഏറ്റവും അധികം ടോപ്പ് എഡ്ജഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാറ്റോബാർ കാറ്റഗറിയിൽ പെടുന്ന എയർക്രാഫ്റ്റ് കാരിയറുകളുണ്ട്. അപ്പോൾ INS വിശാൽ എന്നുള്ള പേരിൽ ഈ കാറ്റോബാർ കാറ്റഗറിയിൽ പെടുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്നുള്ള വാർത്തകളൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നത് ഈ INS വിക്രാന്ത് ക്ലാസ്സിൽ പെടുന്നത് തന്നെ മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയർ ബിൽഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവിയെക്കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയം തൊട്ടേ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം വാർത്തകളിൽ വരുന്നൊരു സംഭവമാണ് ഈ BJPയുടെ പ്രധാനപ്പെട്ട അലൈസിൽ ഒരാളായിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള TDP. ആന്ധ്രാപ്രദേശിന്
സ്പെഷ്യൽ സ്റ്റാറ്റസ് ആവശ്യപ്പെടും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അത് എന്തുകൊണ്ടാണ് ചില സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആന്ധ്രാപ്രദേശിൻ്റെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്കകത്തോ ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. ഇത് സാധാരണഗതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഡിസിഷനായിട്ട് വരുന്നതാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ. ഇത് സാധാരണഗതിയിൽ ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കാറുള്ളത്. പക്ഷേ അതില്ലാതെയും സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കിട്ടുന്ന ഡെവലപ്മെൻറ്റൽ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ഗ്രാൻറ്റുകൾ, അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ ഷെയർ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു സംസ്ഥാനം നേരിടുന്ന ഭൂമിശാസ്ത്രപരമോ അല്ലെങ്കിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയിട്ടുള്ള പിന്നോക്കാവസ്ഥ കാരണം ആ സംസ്ഥാനത്തിന് ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾ, ഇത്തരത്തിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളെ സ്പെഷ്യലി ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലോ ഇന്ത്യയിലെ നിയമങ്ങളിലോ ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 1969 ഫിഫ്ത്ത് ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ 5ാമത്തെ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അന്ന് 1969 അസാം, ജമ്മു ആൻഡ് കാശ്മീർ, നാഗാലാൻഡ് എന്നീ 3 സംസ്ഥാനങ്ങൾക്കാണ് ആദ്യമായിട്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അഡീഷണൽ ആയിട്ട് ഒരു 8 സംസ്ഥാനങ്ങൾക്ക് കൂടി, അതായത് ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, സിക്കിം, ത്രിപുര, അരുണാചൽ പ്രദേശ്, മിസോറാം, ഉത്തരാഖണ്ഡ് എന്നീ 8 സംസ്ഥാനങ്ങൾക്ക് കൂടി പിന്നീട് അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2014 ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനനെ സെപ്പറേറ്റ് ചെയ്ത സമയത്ത് തെലങ്കാനക്കും 2014 സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾക്കാണ് നിലവിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു സംസ്ഥാനത്തിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഇതും ഈ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷനിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് ബേസിക്കലി ഒരു 5 ക്രൈറ്റീരിയാസ് ആണ് പറയുന്നത്. ഒന്ന്, ഒരു സംസ്ഥാനത്തിലെ ഹില്ലി ടെറൈന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹിമാലയൻ റീജിയനിലുള്ള ഒരുമാതിരിപ്പെട്ട സ്റ്റേറ്റുകൾക്കൊക്കെ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കിട്ടാനുള്ളത്. 2, ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത വളരെ കുറവായിരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ട്രൈബൽ പോപ്പുലേഷൻ്റെ, ആദിവാസികളുടെ പോപ്പുലേഷൻ ആ സംസ്ഥാനത്തിൽ കൂടുതലായിരിക്കണം. 3ാമതായിട്ട് ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളിലുള്ള ഇവരുടെ ലൊക്കേഷൻ. ഇപ്പോൾ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ക്വേർഡ്നെസ്, അതുപോലെ തന്നെ ആ സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മോശം സ്ഥിതി, ഈ 5 ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഈ 5 പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കിട്ടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ 12 സംസ്ഥാനങ്ങൾക്കാണ് പ്ലസ് ഈ പറയുന്ന 11 സംസ്ഥാനങ്ങൾ പ്ലസ് ജമ്മു ആൻഡ് കാശ്മീരിനാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കുന്ന സാമ്പത്തികമായിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ സെൻട്രൽ അസിസ്റ്റൻസ് ഉണ്ട്. അതിനകത്തും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ടാക്സ് ബ്രേക്കുകളിലും ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രയോറിറ്റി ഈ സംസ്ഥാനങ്ങൾക്ക് കിട്ടും. 2ാമതായിട്ട് സാധാരണഗതിയിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകൾ ഉണ്ടാകും. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഷെയർ ഇട്ടിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളുണ്ടാകും. അത് നോർമലി സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകളിൽ ഒരു എറൗണ്ട് 50 അല്ലെങ്കിൽ 60% ഒക്കെ സാധാരണഗതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. പക്ഷേ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളുടെ കേസിൽ അത് വെറും 10% സ്റ്റേറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകൾ ഈ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പദ്ധതി വിഹിതത്തിൻ്റെ 90% സെൻട്രൽ ഗവൺമെൻറ് വഹിക്കും, 10% മാത്രം സ്റ്റേറ്റ് ഗവൺമെൻറ് വഹിച്ചാൽ മതി. അതുപോലെ തന്നെ സാധാരണഗതിയിൽ സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്കായിരിക്കും. ആ സാമ്പത്തിക വർഷം കഴിയുന്ന സമയത്ത് ആ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ലാപ്സ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് തിരിച്ച് പോകും. പക്ഷേ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഉള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ചില ഫിനാൻഷ്യൽ എയ്ഡുകൾ നോൺ ലാപ്സബിൾ നേച്ചറിലാണ് ഉണ്ടാവുക. അത്
ആ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ ഇവർ ഉപയോഗിച്ച് തീർന്നിട്ടില്ലെങ്കിലും ഇത് ലാപ്സ് ആവില്ല, ഇത് ക്യാരി ഫോർവേഡ് ആവും, അടുത്ത വർഷത്തേക്ക് ഇത് ക്യാരി ഫോർവേഡ് ആവും. ഓക്കെ. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ഇപ്പം നടക്കുന്ന ഫിനാൻസ് കമ്മീഷൻ അല്ലായിരുന്നു, തൊട്ട് മുമ്പത്തെ 14th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷനകത്ത് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഹിമാലയൻ സ്റ്റേറ്റുകൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളും ഒഴികെയുള്ള, ഓക്കെ, ഹിമാലയത്തിലും നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്കുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസിനെ കുറിച്ച് ഈ 14th അല്ലെങ്കിൽ ഇവർക്ക് ഈ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് 14th ഫിനാൻസ് കമ്മീഷനകത്ത് പരാമർശം ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ടാക്സ് വിഹിതത്തിൻ്റെ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്കും ഹില്ലി സ്റ്റേറ്റുകൾക്കും ഒഴികെയുള്ള ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്കുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. പക്ഷേ ഇത് പിന്നീട് വീണ്ടും റീഇൻട്രോഡ്യൂസ് ചെയ്യണമെങ്കിലും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വരുന്നൊരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കുക. നോർമലി ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ ഇത് ചെയ്യാറുണ്ട്, പക്ഷേ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ ഇല്ലെങ്കിലും ഇത് സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആദിത്യ L1 കുറിച്ചാണ്. അപ്പോൾ ആദിത്യ L1 കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് വീണ്ടും പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ ആദിത്യ L1 ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു സണ്ണിൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ ഫോട്ടോ ഇപ്പോൾ റീസെൻ്റ്ലി ISRO റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടാക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആദിത്യ L1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ബേസ്ഡ് സോളാർ ഒബ്സർവേറ്ററി ആണെന്ന് മനസ്സിലാക്കുക. അതായത് സ്പേസിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ആദ്യമായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ബേസ്ഡ് സോളാർ ഒബ്സർവേറ്ററി ആണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഇത് 2023 സെപ്റ്റംബർ 2 ഇന്ത്യയുടെ ISRO PSLV C57 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ആദ്യത്തെ L1 7 പേലോഡുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ 7 പേലോഡുകളുടെ പർപ്പസ് എന്ന് പറയുന്നത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, അതുപോലെ തന്നെ ക്രോമോസ്ഫിയർ, അതുപോലെ തന്നെ സൂര്യൻ്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയറായിട്ട് കണക്കാക്കപ്പെടുന്ന കൊറോണ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 7 പേലോഡ്സ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനെ L1 എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകൾ ന്യൂട്രലായിട്ട് മാറുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ചില പോയിന്റുകളുണ്ട്. അതിനെയാണ് ലഗ്രാഞ്ച് പോയിന്റുകൾ എന്ന് പറയാം. അപ്പോൾ ആ ലഗ്രാഞ്ച് പോയിന്റ് 1 ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ L1 എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള ഈ 7 പേലോഡുകളിൽ 4 പേലോഡുകളും നേരിട്ട് സൂര്യനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ബാക്കി 3 ഈ പറയുന്ന ഇൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസ്, അതായത് പാർട്ടിക്കിൾസിനെ കുറിച്ചും ഫീൽഡ്സിനെ കുറിച്ചൊക്കെയുള്ള ഇൻസൈറ്റ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PM കിസാനെ കുറിച്ചാണ്. അപ്പോൾ ഈ PM കിസാനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പുതിയ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ആദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നെന്ന് പറയുന്നത് ഈ PM കിസാൻ നിധിയുടെ ഇൻസ്റ്റാൾമെൻറ്റ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് PM കിസാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ PM കിസാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. അതായത് 100% സെൻട്രൽ ഗവൺമെൻറ് പണം ചെലവഴിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ സ്കീമിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള കർഷകർക്ക്, എലിജിബിൾ ആയിട്ടുള്ള കർഷകർക്ക് അവർക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, അതുപോലെ തന്നെ അവരുടെ കൃഷിയെ സംരക്ഷിക്കാൻ, ക്രോപ്പ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഫാം ഇൻകം, അതായത് കൃഷിയിലൂടെ ആവശ്യത്തിന് വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കർഷകർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സാമ്പത്തിക ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ PM കിസാൻ എന്ന് പറയുന്നത്. ഇനി ഈ PM കിസാൻ്റെ PM കിസാൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എലിജിബിൾ ആയിട്ടുള്ള ലാൻഡ് ഹോൾഡിംഗ് ഫാർമർ ഫാമിലീസിന്, അതായത് ഭൂമി കൈവശം വെക്കുന്ന കർഷക കുടുംബങ്ങൾക്ക് വർഷാവർഷം ഒരു 3 ഇൻസ്റ്റാൾമെൻറ്റുകളിലായിട്ട് 6000 രൂപയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതായത് 2000 രൂപ വെച്ച് 3 പ്രാവശ്യമായിട്ട് 6000 രൂപ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഒരു ഫാർമർ ഫാമിലി എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഹസ്ബൻഡ്, വൈഫ്, ഒരു മൈനർ ചിൽഡ്രൻസ് എന്നിവരടങ്ങുന്ന ഒരു കുടുംബത്തിനെയാണ് ഒരു ഫാർമർ ഫാമിലി ആയിട്ട് ഇതിനകത്ത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്.
ഇനി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫറിൻ്റെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും യൂണിയൻ ടെറിട്ടറീസ് ഗവൺമെൻറ്റും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഈ ബെനിഫിഷ്യറീസിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഫണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള അസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. ഇനി ഈ പറയുന്ന PM കിസാനിനകത്ത് എലിജിബിൾ അല്ലാത്ത ചില ഗ്രൂപ്പുകളുണ്ട്. അതായത് ഈ ചില ലാൻഡ് ഹോൾഡിംഗ് ഫാർമർ ഫാമിലീസിന് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ ഈ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ലാൻഡ് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്ന കർഷക കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇലക്റ്റഡ് ഒഫീഷ്യൽസ്, ഗവൺമെൻറ് എംപ്ലോയീസ്, ഹൈ ഇൻകം പെൻഷനേഴ്സ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളുകൾ, ഈ ഡോക്ടർ, ലോയേഴ്സ് പോലുള്ള രജിസ്റ്റേർഡ് പ്രൊഫഷണൽസ്, ഇവർക്കൊന്നും PM കിസാൻ്റെ അസിസ്റ്റൻസ് കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി PM കിസാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് PM കിസാൻ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. ഇത് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററും മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സും ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടി സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ PM കിസാൻ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് മലാവിയാണ്. അപ്പോൾ മലാവിയെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം മലാവിയിലെ വൈസ് പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന വിമാനം കാണാതായി എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ മലാവിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മലാവി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു ന്യാസ ലാൻഡ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ്. പണ്ട് റൊഡേഷ്യ എന്നൊക്കെ പറയുന്ന സിംബാബ്വേക്ക് ഉൾപ്പെടുന്നൊരു കോളനി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു കുറേ കാലം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് പോലെയായിരുന്നു ഈ പറയുന്ന മലാവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ന്യാസാലാൻഡ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. സോ ഇത് സൗത്ത് ഈസ്റ്റേൺ ആഫ്രിക്കയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ അതിർത്തി മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വെസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്നത് സാംബിയയാണ്. അതുപോലെ തന്നെ ഇവരുടെ നോർത്തും നോർത്ത് ഈസ്റ്റുമായിട്ട് കിടക്കുന്നത് ടാൻസാനിയയാണ്. ഇനി ബാക്കിയുള്ള എല്ലാ കര അതിർത്തിയും ഇവർ പങ്കിടുന്നത് മൊസാംബിക്കുമായിട്ടാണ്. അതായത് ഇവരുടെ ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ഒക്കെ കിടക്കുന്നത് മൊസാംബിക്കാണ്. ഇനി ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയും അതുപോലെ തന്നെ ഇവരുടെ ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ലിലോങ്വേ എന്ന് പറയുന്നതാണ് ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയും ഇവിടുത്തെ ലാർജസ്റ്റ് സിറ്റിയും. ഇനി അതുപോലെ തന്നെ ലോകത്തിലെ വൺ ഓഫ് ദി ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ഈ മലാവി എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ആണെങ്കിലും അതുപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും ഒക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വലിയ രീതിയിൽ HIV പ്രവലൻസ് ഉള്ളൊരു രാജ്യം കൂടിയാണ് മലാവി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെലിക് ഫീച്ചേഴ്സിലൊന്നാണ് ആഫ്രിക്കയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറയുന്നത്. ആ ഗ്രേറ്റ് റിഫ്റ്റ് വാലി മലാവിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നോർത്ത് സൗത്ത് രീതിയിൽ മലാവിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ മലാവിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചറാണ് ലേക്ക് മലാവി എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ലേക്ക് മലാവി എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ മലാവിയുടെ ലാൻഡിയുടെ വലിയൊരു ശതമാനവും ഓക്യുപ്പൈ ചെയ്യുന്ന ഈ വലിയൊരു വാട്ടർ ബോഡിയാണ് ലേക്ക് മലാവി എന്ന് പറയുന്നത്. ലോകത്തിലെ 4ാമത്തെ വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് ലേക്ക് മലാവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആഫ്രിക്കയിലുള്ള ഈ ഗ്രേറ്റ് റിഫ്റ്റ് വാലി, അല്ലെങ്കിൽ അതിനെ ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം എന്നും വിളിക്കും. ഈ ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ലേക്കാണ് ലേക്ക് മലാവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേക്ക് മലാവി ബേസിക്കലി ഈ മലാവിക്കും മൊസാംബിക്കിനും ടാൻസാനിയക്കും ഇടയിൽ ഈ 3 രാജ്യങ്ങളുടെ അതിർത്തിയിലായിട്ടാണ് ലേക്ക് മലാവി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മലാവിയിൽ ഇതിനെ ലേക്ക് മലാവി എന്ന് വിളിക്കും. ചില രാജ്യങ്ങളിൽ ഇതിനെ ലേക്ക് ന്യാസ എന്നാണ് വിളിക്കുക. ചില രാജ്യങ്ങളിൽ അതിനെ ലഗോ നിയാസ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലാവി, മൊസാംബിക്ക്, ടാൻസാനിയ എന്നീ 3 രാജ്യങ്ങളുടെ ഇടയിലാണ് ഈ ലേക്ക് മലാവി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.